നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ആണ്ട് മെയ് മാസം 30 1200 ആണ്ട് ഇടവ മാസം 16 വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രം. ശരിക്കും പറഞ്ഞാൽ പുണർദ നക്ഷത്രം ശുഭ നക്ഷത്രം. വെള്ളിയാഴ്ച ശുഭദിനം. ശുക്രവാരം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച, ശുക്രൻ്റെ ദിവസം, ഏറ്റവും ഐശ്വര്യത്തെ കൊടുക്കുന്ന ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഇടവ മാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ ഒരു വർഷമാണ് നമ്മളുടേത്. ഭാഗ്യദായകമായ ഒരു വർഷമാണ് നമ്മളുടേത്. ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് നമ്മളുടേത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനും ഇറങ്ങണം. പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. മറ്റെല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം, എന്നാലും മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് നിന്നവർക്ക്, ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു റീയൂണിയന് അനുകൂലപ്രദമായ സമയം കൂടിയാണ് ഈ വർഷം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒരിടത്ത് ജോലി ചെയ്യുന്നുണ്ടാവാം, ഭാര്യ വേറെ ഇടത്ത് ജോലി ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒന്നിച്ച് ഒരിടത്തിരിക്കാൻ വേണ്ടി ഇടവരുന്ന ഒരു വർഷവും കൂടിയാണ് ഈ ഒരു വർഷം എന്നറിയുക. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സന്തോഷപ്രദമായ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മറ്റെല്ലാം സന്തോഷമായിട്ട് വരും. നമ്മൾ എന്തൊക്കെ വീട്ടിനകത്തുണ്ട്, അപ്പോൾ വീട്ടിനകത്ത് നല്ല സദ്യ ഒരുക്കി വെച്ച് ഒരു 3 കൂട്ടം പായസമായിട്ട് സദ്യ ഒരുക്കി വെച്ചിട്ട് അവിടെ തെറിവിളിയും അടിയും വഴക്കും ഒക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെ മുമ്പ് പോയിരുന്ന് കഴിച്ചാൽ ഒരു സ്വാദും ഉണ്ടാവില്ല. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ സമേതം സന്തോഷത്തോടു കൂടി കഞ്ഞി വെച്ച് കുടിക്കുകയാണ്. വേറെ ഒന്നുമില്ല, കഞ്ഞി നമുക്ക് ഒരു ചമ്മന്തിയും കഞ്ഞിയായിട്ട് കുടിക്കുകയാണ്. വളരെ സ്നേഹത്തിരുന്ന് കുടിച്ചാൽ അതിന് വളരെ സ്വാദായിരിക്കും. അപ്പോൾ കുടുംബത്തിനകത്ത് ഐക്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനുമാണ് മറ്റേതിനേക്കാൾ പ്രാധാന്യം. അതിന് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും രാഹുകാല സമയം നോക്കി പോകണം. 10 തൊട്ട് 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് 10:48 തൊട്ട് തുടങ്ങും. 12:22 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 7:40 തൊട്ട് 9:14 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 3:20 തൊട്ട് 5:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. മുഹൂർത്തം ഇല്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. 11:57 തൊട്ട് 12:48 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 12:45 വരെ 48. അപ്പോൾ ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്നത്തെ ദിവസവും ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.